പ്രിയപ്പെട്ട ഇന്നേ വരെ നമുക്ക് ഒരു രക്ഷയും നൽകി തരുവാൻ കഴിയാത്ത, അല്ലെങ്കിൽ യെശയ്യാവ് വിളിച്ചു പറഞ്ഞതുപോലെ അപ്പമല്ലാത്തതിന് ദ്രവ്യവും നിങ്ങൾക്ക് തൃപ്തി വരുത്തുവാൻ കഴിയാത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നതിന് ഇന്നേ വരെ ഓടി ഓട്ടം കൊണ്ട് പാപമോചനം ലഭിച്ചെങ്കിൽ വിട്ടുകള പ്രിയപ്പെട്ടത്. എല്ലാ മതവിശ്വാസികളും പറഞ്ഞു, മതം പിശാചിന്റെ ഏറ്റവും ഷാർപ്പായിരിക്കുന്ന ആയുധമാണ് മതം. അത് തമ്മിൽ കൊല്ലുന്നു, തമ്മിൽ എന്താണ് കളങ്കപ്പെടുത്തുന്നു. എന്നിട്ട് ഒരു മതക്കാരും ക്രിസ്തീയ മതം ഉൾപ്പെടെ പാപമോചനം നേടാതെ സാത്താനോട് കൂടെ നരകാഗ്നിയിലേക്ക് ഒടുങ്ങിപ്പോകുന്നു. നിങ്ങൾ എത്ര നല്ല പ്രവൃത്തി ചെയ്താലും എത്ര നീതി പ്രവൃത്തി ചെയ്താലും പ്രിയപ്പെട്ടവരെ പാപമോചനം ലഭിക്കുന്നില്ല. പാപമോചനത്തിനായിട്ട് ഒരു വഴി മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചൊല്ലാറുണ്ട്, മാമോദീസ ഒന്ന് മാത്രമേ പാപമോചനത്തിനായിട്ടുള്ളൂ എന്ന് നിങ്ങൾ നിഖ്യാവിശ്വാസ പ്രമാണം ചൊല്ലി അവസാനിപ്പിച്ച് ആമേൻ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്തുകൊണ്ട് മാമോദീസ ഏറ്റിട്ടും പാപമോചനം ലഭിച്ചില്ല? യഥാർത്ഥമായിരിക്കുന്ന മാമോദീസ എന്ന് പറയുന്നത് നിങ്ങൾ ബൈബിൾ വായിക്കണം. യഥാർത്ഥമായിരിക്കുന്ന സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുന്നവരെ അവർ സ്നാനപ്പെടുത്തി സഭയോട് ചേർത്ത് വന്നിരിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ട ശിശു സ്നാനമോ മുതിർന്ന സ്നാനമോ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ഏതൊരു മനുഷ്യനും വിശ്വസിച്ച് കർത്താവിനെ ഏറ്റുപറയാൻ, എന്റെ പാപത്തിന് പരിഹാര ബലിയായിട്ടാണ് ക്രിസ്തു മരിച്ചതെന്ന് ഹൃദയം കൊണ്ട് അംഗീകരിച്ചതിന് ശേഷം അവൻ സ്വന്തം ഇഷ്ടപ്രകാരം പൂർണ്ണമായിട്ടും ജലത്തിൽ എന്താണ് സ്നാനപ്പെടണം. ജലത്തിൽ അവൻ സമ്പൂർണ്ണമായിട്ട് നിമജ്ജനം ചെയ്യണം. ആ സ്നാനത്താലത്രേ നമുക്ക് പാപമോചനം